കുട്ടീസ്, നിന്റെ മക്കൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് നിങ്ങൾ ആനുവൽ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. സോ നമ്മുടെ മാത്സിലെ ലാസ്റ്റ് ചാപ്റ്റർ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ ലാസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ആനുവൽ എക്സാമിന് ഒരു ചോദ്യം ഉണ്ടായിരിക്കും. ആ ചോദ്യം ഒരു പക്ഷേ ഇത് തന്നെ ആവാൻ ചാൻസും ഉണ്ട്. കാര്യം ശരിക്കും പറയുകയാണെങ്കിൽ ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എടുത്തു നോക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം. അപ്പൊ എന്തായാലും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചു വെച്ചിട്ട് തന്നെ പോവാട്ടോ. എന്താണ് നമ്മളെ ക്വസ്റ്റ്യൻ എന്നുള്ളത് നോക്കാം. ചെല്ലക്കാട് ഗവൺമെന്റ് LP സ്കൂളിലെ ലൈബ്രറി പുസ്തകത്തിന്റെ ഭാഗമായി PTA അംഗങ്ങൾ 6 ഗ്രൂപ്പായി തിരിഞ്ഞ് പുസ്തകങ്ങൾ ശേഖരിച്ച പുസ്തകങ്ങളുടെ എണ്ണം വരച്ചിരിക്കുന്നത് നോക്കൂ. അപ്പൊ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ ഒരു പുസ്തകത്തിന്റെ നമ്പറാണ് നിങ്ങൾ നോക്കേണ്ടത്. ഒരു പുസ്തകം എത്ര എണ്ണത്തിനെ സൂചിപ്പിക്കുന്നുണ്ട്? 10 എണ്ണത്തിനെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ബുക്കിന്റെ എണ്ണം 10 എണ്ണമാണെങ്കിൽ 2 എണ്ണം ഉണ്ടെങ്കിൽ 20 എണ്ണമായി, 3 എണ്ണം ഉണ്ടെങ്കിൽ 30 എണ്ണമായി. അപ്പൊ ആ ഒരു രീതിയിൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. സോ ഇവിടെ നോക്കാം, ഓരോ ഗ്രൂപ്പുകളിൽ 6 ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ടുണ്ട് അല്ലെ. ഒന്നാമത്തെ ഗ്രൂപ്പ് എത്ര പുസ്തകങ്ങൾ ശേഖരിച്ചു? ശ്രദ്ധിക്കണം, ഒരു പുസ്തകം 10 പുസ്തകങ്ങളെ സൂചിപ്പിക്കുന്നു. അപ്പൊ രണ്ടാമത്തത് 20, 30, 40. അപ്പൊ ആകെ എത്ര പുസ്തകങ്ങൾ വാങ്ങിയിട്ടുണ്ടാവണം? 40 പുസ്തകങ്ങൾ. അത് ശ്രദ്ധിക്കണവേ, നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം ആൻസർ പറയാൻ. അപ്പൊ ആകെ ടോട്ടൽ 40 പുസ്തകങ്ങൾ ഉണ്ടായിരിക്കും. 40 റെഡി. ഇപ്പൊ കാണുന്നുണ്ടാവല്ലോ, സിമ്പിൾ ആയിട്ട് കിട്ടി. 40 പുസ്തകങ്ങൾ. ഇനി രണ്ടാമത്തെ ഗ്രൂപ്പ് നോക്കാം. രണ്ടാമത്തെ ഗ്രൂപ്പ് 1, 2, 3, 4, 5. 5 പുസ്തകങ്ങൾ ഉണ്ടെങ്കിൽ 50 പുസ്തകങ്ങൾ ഉണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. 50 പുസ്തകങ്ങൾ. ഇനി അടുത്ത നോക്കാം. അടുത്ത എത്രയാ? 1, 2, 3, 4, 5, 6, 7. 7 പുസ്തകങ്ങൾ ഉണ്ടെങ്കിൽ 70 പുസ്തകങ്ങൾ ശേഖരിച്ചു എന്നാണ് അർത്ഥം. 70. നെക്സ്റ്റ് അടുത്ത ടീം, നാലാമത്തെ ടീം 1, 2, 3, 4, 5, 6. 60 പുസ്തകങ്ങളുണ്ട്. ഇനി അടുത്ത ടീമിനോ എത്രയുണ്ടടാ? 1, 2, 3, 4, 5. 5 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞാൽ 50 പുസ്തകങ്ങൾ വീണ്ടും എന്ത് ചെയ്തു? അവർ ശേഖരിച്ചു. ഏറ്റവും ലാസ്റ്റ് 6ാമത്തെ ഗ്രൂപ്പുകളാണ് കൂടുതൽ പുസ്തകങ്ങൾ വാങ്ങിയെന്ന് തോന്നുന്നു അല്ലെ. 1, 2, 3, 4, 5, 6, 7, 8. 8 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞാൽ 80 പുസ്തകങ്ങൾ അവിടെ ഉണ്ട്. 80. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ഒരു കാൽക്കുലേഷൻ നിങ്ങൾ ആ ടേബിളിൽ നടത്തിയതിന് ശേഷം നിങ്ങൾക്ക് വരാൻ പോകുന്ന ABC ക്വസ്റ്റ്യൻസുകൾ നല്ലോണം ശ്രദ്ധിക്കണം. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ നല്ലോണം നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ആൻസർ എനിക്ക് പറഞ്ഞുതരാം. ഒന്നാമത്തെ ഗ്രൂപ്പിനേക്കാൾ എത്ര പുസ്തകമാണ് 6ാമത്തെ ഗ്രൂപ്പിന് കൂടുതലായി ശേഖരിച്ചത് എന്നാണ്. അപ്പൊ ഒന്നാമത്തെ ഗ്രൂപ്പും 6ാമത്തെ ഗ്രൂപ്പും നിങ്ങൾ ശ്രദ്ധിക്കണം. ഫസ്റ്റ് ഗ്രൂപ്പ് 40 ആണ്. സെക്കൻഡ് ഗ്രൂപ്പ് 6ാമത്തെ ഗ്രൂപ്പ് എത്രയാണ്? 80. അപ്പൊ ഒന്നാമത്തെ ഗ്രൂപ്പിനേക്കാൾ എത്ര കൂടുതലാണ് 6ാമത്തെ ഗ്രൂപ്പ് ശേഖരിച്ച പുസ്തകങ്ങളുടെ എണ്ണം? 40നേക്കാൾ എത്ര കൂടുതലാണ്? 80. 40 അധികമുണ്ട്. അപ്പൊ 40 അധികമുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ആൻസർ പറയാൻ വേണ്ടി പറ്റും? 40 അധികമുണ്ട്. 40 മോർ അല്ലെ. 40 കൂടുതൽ വേണം ഒന്നാമത്തെ ഗ്രൂപ്പ്. അപ്പൊ നിങ്ങൾ എഴുതി കൊടുക്കുന്ന സമയത്ത് ഫസ്റ്റ് ഗ്രൂപ്പ് 40 പുസ്തകങ്ങളുണ്ട്. ഇങ്ങനെ കുറച്ച് വൃത്തിക്ക് എഴുതി കൊടുത്താൽ കുറച്ചുകൂടെ നല്ലതാണ് കേട്ടോ. ഇനിയോ രണ്ടാമതല്ല നമ്മളോട് വെച്ചത് 6th ഗ്രൂപ്പാണ്. 6th ഗ്രൂപ്പിന് 80 ബുക്സ് ഉണ്ട്. സോ നമുക്ക് എത്ര കൂടുതൽ വേണം? 40 ബുക്സ് അധികം വേണം. ഇനി അടുത്തതാണ് ക്വസ്റ്റ്യൻ. ഒരേ എണ്ണം പുസ്തകം ശേഖരിച്ചത് ഏതൊക്കെ ഗ്രൂപ്പുകളാണ്? അത് നമുക്ക് സിമ്പിളി നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ അല്ലെ. ഒരേ എണ്ണം പുസ്തകങ്ങൾ ശേഖരിച്ചത് ഏത്? അപ്പോ കാണുമ്പോൾ തന്നെ അറിയാം, അതിൽ 50 പുസ്തകങ്ങളായിരിക്കും അല്ലെ. 50 പുസ്തകങ്ങൾ ഒരുപോലെ ശേഖരിച്ചത് ആരാണ്? രണ്ടാമത്തെ ഗ്രൂപ്പും. കാണുന്നുണ്ടോ? അതാ കിട്ടിയതാണേ. രണ്ടാമത്തെ ഗ്രൂപ്പും അതുപോലെ 5ാമത്തെ ഗ്രൂപ്പുമാണ് ഒരേ എണ്ണം പുസ്തകങ്ങൾ ശേഖരിച്ചത്. അപ്പൊ നമുക്ക് എഴുതി കൊടുക്കാം. എന്താണ്? 2,5 ഗ്രൂപ്പുകൾ. കഴിഞ്ഞില്ല. ക്വസ്റ്റ്യൻ എഴുതി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. 3ാമത്തെ ഗ്രൂപ്പ് ശേഖരിച്ച പുസ്തകത്തിന്റെ എണ്ണത്തിന് തുല്യമാകാൻ 2ാമത്തെ ഗ്രൂപ്പ് എത്ര പുസ്തകം കൂടെ മേടിക്കണം എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? 3ാമത്തെ 3rd ഗ്രൂപ്പും വേണം, 2nd ഗ്രൂപ്പും വേണം. വേണ്ടേ? ഈ 2 ഗ്രൂപ്പും വേണം. 3ാമത്തെ ഗ്രൂപ്പ് ശേഖരിച്ച പുസ്തകത്തിന്റെ എണ്ണത്തിന് തുല്യമാകാൻ 2ാമത്തെ ഗ്രൂപ്പ് എത്ര എണ്ണം കൂടെ മേടിക്കണം? ഇപ്പൊ നോക്കിക്കടാ, 3ാമത്തെ ഗ്രൂപ്പ് 70, 2ാമത്തെ ഗ്രൂപ്പ് 50. അപ്പൊ എത്ര പുസ്തകങ്ങൾ അധികം മേടിക്കണം? 20 പുസ്തകങ്ങൾ അധികം മേടിക്കണം. അത് 70 പിന്നുള്ളത് 50. അപ്പൊ എത്ര വേണം? 20 ബുക്സുകൾ എന്ത് ചെയ്യണം? നിങ്ങൾ അധികം മേടിക്കണം. അപ്പൊ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞില്ല. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ആകെ എത്ര പുസ്തകങ്ങൾ ശേഖരിച്ചു എന്നാണ്. സോ ആകെ ടോട്ടൽ എത്ര പുസ്തകങ്ങൾ ശേഖരിച്ചു എന്നറിയാൻ ഈ എല്ലാ പുസ്തകങ്ങളുടെ എണ്ണവും കൂടെ ആഡ് ചെയ്ത് നോക്കണം. അത് ഞാൻ എന്തായാലും പറയുന്നില്ല, നിങ്ങൾ തന്നെ ചെയ്ത് നോക്കി ആൻസർ പറയണം. ഈ പുസ്തകങ്ങളുടെ എണ്ണം ഒക്കെ ഒന്ന് ആഡ് ചെയ്ത് നോക്കുക, കൂട്ടി നോക്കുക. എളുപ്പത്തിൽ കൂട്ടാൻ പറ്റുന്നത് ആദ്യം ആഡ് ചെയ്യുക കേട്ടോ. ഇപ്പൊ 60, 40 കൂട്ടിയാൽ 100, 50, 50 കൂട്ടിയാൽ 100. ഇങ്ങനെ കൂട്ടാൻ പറ്റുന്നുണ്ടെങ്കിൽ സ്പീഡായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കാൽക്കുലേഷൻ
എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ആഡ് ചെയ്തിട്ട് എത്ര പുസ്തകങ്ങൾ ടോട്ടൽ ഉണ്ടെന്നുള്ളത് നിങ്ങൾ തന്നെ എന്ത് ചെയ്യണം, കമന്റ് ബോക്സിൽ പറയണം. അപ്പോൾ എൻ്റെ മക്കൾ എല്ലാവരും ഇപ്പം 4ാം ക്ലാസ് കഴിഞ്ഞ് നേരെ എത്താൻ പോകുന്നത് ഇങ്ങോട്ടാണ്. യെസ്, നമ്മൾ 5ാം ക്ലാസ്സിലേക്കാണ്, UP സെക്ഷനിലേക്ക് എത്താൻ പോവാണ് അല്ലേ. അപ്പോൾ UP സെക്ഷനിലെ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ബേസിക് ആയിട്ട് പഠിച്ചു തുടങ്ങണം. അതുപോലെ നിങ്ങൾക്കുള്ള എല്ലാ സംശയങ്ങളും ഇപ്പം അധികം ആളുകളെ സംശയം കാണുന്നത് നോട്ട്സിന്റെ കേസിലാണ്. നിങ്ങൾക്ക് നോട്ട്സ് കിട്ടുമോ, പഠിക്കാനുള്ള നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, റിവിഷൻ ക്ലാസ്സുകൾ കിട്ടുന്നുണ്ടോ, എക്സാംസുകൾ എക്സ്ട്രാ നടത്തുന്നുണ്ടോ? അപ്പോൾ ഇതൊക്കെ നമ്മളുടെ എവിടെയുണ്ട്, പൃഥ്വി ബാച്ചിൽ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നമുക്കൊക്കെ ഇപ്പോഴേ എന്ത് ചെയ്യാം, ബേസിക് ആയിട്ട് നമ്മൾ 5ാം ക്ലാസ് പഠിച്ചു തുടങ്ങാൻ നമ്മൾ പൃഥ്വി ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് എന്താണ് 10% ഡിസ്കൗണ്ടും കൂടെ ഉണ്ട്. അപ്പോൾ കൂടുതലായിട്ട് അറിയാൻ വേണ്ടി എന്ത് ചെയ്യുക, നമ്മളെ നമ്പർ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. 9995400800 എന്നുള്ള നമ്പറിൽ ഒന്ന് എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല അടിപൊളിയായിട്ട് പഠിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്. ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. അതുവരെ ബൈ ബൈ.